ഇന്ന് ബർത്ത്ഡേന്റെ കാര്യത്തിൽ ഒരു നല്ല ട്വിസ്റ്റ് ഉണ്ടായി. അത് അമ്മേനെ പറയുക എന്താണെന്നുള്ളത്. അമ്മ ഒന്ന് രാവിലെ വിളിച്ച് പറഞ്ഞത് അത് ഫാൾസ് ഓൺ ജൂൺ 14th. എലഫന്റ് വാങ്ങിച്ചതാ? എവിടുന്നത്? കിൻഡർ ജോയിയാ? വല്ല ഫീലിംഗ് ഉണ്ടോ നോക്കി? എന്തെങ്കിലും എടുത്തിട്ട് അയച്ചരാന്ന്. ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. ഈ ക്യാമറക്ക് വേണ്ടിട്ടെങ്കിലും ഒരു ഇച്ചിരി ഫീലിങ്സ് മുഖത്ത് വരുത്താവോ? സന്തോഷാണല്ലേ വിട്ടു നിന്നാല്. അവക്ക് എപ്പോഴാണ് അച്ഛനെ കാണുന്നതെന്ന് പറഞ്ഞാൽ അപ്പച്ചോടിയ സങ്കടമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? അച്ചോടോ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാൻ പോകുന്നത് വാവക്കുട്ടിയുടെ പിറന്നാളാഘോഷത്തിനാണ്. സ്റ്റാർ ബർത്ത്ഡേ ആണ് വാവക്കുട്ടിയുടെ. ശരിക്കുള്ള ബർത്ത്ഡേ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നേരെ പോണു, അമ്പലത്തിൽ പോവും. കുറേ പരിപാടികളുണ്ടല്ലേ? ഒന്നുമില്ല, അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് ഇറങ്ങാം. വണ്ടി വന്നു. അയാൾ വണ്ടി ഇങ്ങോട്ട് കയറ്റുമോ? കയറ്റുകയാണെങ്കിൽ നല്ല കാര്യം. അവിടെ നിന്ന് ബാ. വണ്ടി വന്നു. അമ്മുവിനെ ഇതിൽ കയറ്റി പറഞ്ഞയക്കും. ഞാൻ മോസ്റ്റ്ലി ബൈക്കിലായിരിക്കും, എനിക്ക് തിരിച്ച് വരണ്ടേ. അമ്മു ഇതാ കാറിൽ പോവും, ഞാൻ ബൈക്കിൽ പോവും. അതാണ് ഇപ്പോൾ പരിപാടി. ഇല്ലെങ്കിൽ എനിക്ക് തിരിച്ച് വരാൻ പറ്റില്ലല്ലോ. ദേ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തിരിച്ച് വന്നേ പറ്റുള്ളൂ രാത്രി ആകുമ്പോഴേക്കും. അവിടെ വേറെ എവിടെയും രാത്രി പോയി നിൽക്കുന്ന പരിപാടിയേ വർക്കാവില്ല, അമ്മ ഇവിടെ ഉള്ള കാരണം. അതുകൊണ്ട് ഞാൻ ബൈക്ക് എടുത്തിട്ടാണ് പോണത്. വെയിലിനിടാനുള്ള ജർക്കിനൊക്കെ റെഡിയാണ്, ഗ്ലൗസ് റെഡിയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. കുട്ടിയുടെ പിറന്നാളിൽ എന്താണ് നിങ്ങൾ പോരാത്തതെന്നൊരു ചോദ്യം ഉണ്ടാവും പൊതുവെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ. നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ഈ ഗേറ്റിന്റെ അവിടേക്ക് പോകുമ്പോഴേക്ക് നിങ്ങൾ കിടക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെയാ പോവുക? ഇപ്പൊ നിങ്ങൾക്ക് പോകണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോകാന്ന് വെച്ചാൽ തന്നെ നിങ്ങൾ നടക്കുവോ? നടക്കില്ല. വീൽ ചെയർ ഇല്ലാതെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? ആ, അപ്പൊ അതാണ് ഇനി അടുത്ത ചോദ്യം. അപ്പൊ ഞാൻ വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പൈസ ചെലവാക്കണ്ട, ഒരു തട്ടു. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ വൈകുന്നേരം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ? 8 മണിയാകുമ്പോഴേക്കെങ്കിലും എത്താൻ നോക്കണ്ട്. 8 മണിക്കോ? അതിന്റെ മുമ്പ് എത്തും. ഞാനൊരു 6-7 മണിയാകുമ്പോഴേക്കും എത്തുമായിരിക്കും. അപ്പൊ ശരി എന്നാ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നേക്ക് വയ്യേ. അവരിപ്പോ കാറിലങ്ങ് പോയിട്ടുണ്ടാവും, കുറച്ച് ദൂരം എത്തിയിട്ടുണ്ടാവും. നിക്കണ്ട നേരം കാത്ത് ഇങ്ങനെ ഇരിക്കുവല്ലോ. അപ്പൊ ശരി. ഫൈനലി വി റീച്ച്ഡ് ഹോം. ഈ വാവക്കുട്ടിയുടെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. 1 മാസമായി കണ്ടിട്ടാ മുതലിനെ. അടുത്താഴ്ചയോ? ഇന്നല്ലേ രോഹിണി? ഇന്നത്തെ വന്ന് ചാത്തത്തിനുള്ളതാണ് രാവിലെ അമ്മ മെസ്സേജ്. 18-ാം തീയതി കാണിക്കുന്നുണ്ട്. 14-ാം തീയതി എല്ലാ മാസം 2 വരും. ജൂൺ 14-നാ? നോക്കട്ടെ, നല്ല ഉടുപ്പാണല്ലോ. നല്ല ഉടുപ്പാണ്, പക്ഷേ എലഫന്റ് വാങ്ങിച്ചതാ? എവിടുന്നത്? കിൻഡർ ജോയിയാ? കിൻഡർ ജോയി ചോക്ലേറ്റ്. അതന്നെ ചോക്ലേറ്റ്, കിൻഡർ ജോയി പോലത്തെ. അതിന്റെ ഒപ്പം ഉണ്ടാവും ഇത്. കൊളുത്തി വെച്ചിരിക്കുക. കുഞ്ഞോൾക്ക് കളിക്കാനുള്ളതാണ്. കുട്ടികൾക്കുള്ളതല്ലേ, വലിയവർക്കുള്ളതല്ല. അപ്പൊ വാവക്കുള്ളതല്ല. അതന്നെ ഉണ്ടാവും. നാളെ വലുതായാലും ഞാന് അവരുടെ സ്പീഡിൽ പോവില്ലേ? ഞാൻ കുറച്ച് പതുക്കല്ലേ പോരാ. ഞാൻ എത്തിയിട്ടുണ്ടാവും കരുതി. ആയിക്കോട്ടെ. അച്ഛൻ കരുതി അമ്മ അങ്ങോട്ട് എത്തിയെന്ന്. എത്തിയിട്ടില്ലേ? ഇങ്ങോട്ട് എത്താറമ്പേക്ക് വിളിക്കും. എവിടെ എത്തി വെച്ചിട്ട് അച്ഛനെടുത്ത് പയരം വെച്ചോ? നിന്നാ നടന്നു. ദേശം പയരം വെച്ച പോലുണ്ടല്ലോ. ക്ലോക്ക് മാറ്റിയല്ലോ. നാശായോ?
ഹെൽത്ത് ക്ലോക്ക് എത്ര നേരം ഓടുന്നു ആ രാവിലെ രാത്രി ഓടിയിട്ട് നാശമായില്ലേ? ആ അതുകൊണ്ട് വേറെ വാങ്ങിച്ചു അതുകൊണ്ട് വേറെ വാങ്ങിച്ചില്ലേ? ഡ്രസ് വാങ്ങുന്നേ ഡ്രസ് വാങ്ങുമ്പോ അത് വാങ്ങിച്ചു. ഓഹോ, എത്ര വൃത്തിയായിട്ടുള്ള നറേഷൻസാണ് അല്ലേ? സന്ദർഭം വിവരിച്ച് ആശയമൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അമ്മോ എൻ്റെ പിന്നാലെ എത്തിയുള്ളൂ, ഞാൻ ആദ്യം എത്തിയത്. അപ്പം ഈ സാധനങ്ങൾ ഇറക്കട്ടെ പോയിട്ട്. എടുത്ത് വെച്ചോ? ഞാൻ അപ്പോഴേക്ക് ഓടി വരാമെന്ന് എഴുതിയിട്ടായിരുന്നു. ഇയാളെന്താ വഴുകി കാറിൽ പോകുമ്പോൾ? അവിടെ നടുവില് ബ്ലോക്കാ. ആ ഞാൻ പിന്നെ അതാ പോയി. ഞാൻ എൻ്റെ സ്പീഡിനോട് പോന്നു. ഞാൻ പിന്നെ പറക്കൂലല്ലോ, ഒരു ആവറേജ് സ്പീഡിലല്ലേ പോരുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു. അതാണ് ഉണ്ടായത്. 2 2 are 4 2 3 are 6 2 4 are 8 2 5 are 10 2 6 are 12 2 7 are 14 2 8 are 16 2 9 are 18 2 10 are 20. ഇത്രയും പഠിച്ചോ? വെക്കേഷനിൽ ഇത്രയും പഠിച്ചാ? നമുക്ക് പറഞ്ഞു കൊടുത്തതാ. 10 പഠിച്ചോ? സൂപ്പർ വാവേ, സൂപ്പർ. ചൊത്തൻ കേറി ഇരുന്നു. ആള് ഫുള്ള് ഹാപ്പി ആണ്. ഹാപ്പി വാവ, ഹാപ്പി വാവ, ഹാപ്പി വാവേ. വേണ്ട വേണ്ട അങ്ങനെയൊക്കെ കാട്ടിട്ട് വീണ്ടും മണ്ടൊക്കെ അടിക്കും. അയ്യോ 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 അയ്യോ. വന്നിട്ടിയാ? ആ അല്ല, നിങ്ങളുടെ വെയിറ്റ് ഒക്കെ പൊന്തിച്ച അതിൻ്റെ മാമ്പഴ അമിതമായി കഴിച്ചിട്ട് 3 ദിവസം കൊണ്ട് തൂറ്റി. അതിന് ശേഷം അങ്ങനെ മാമ്പഴം നല്ല കയറ്റി, എന്നിട്ട് 3 ദിവസം ഭക്ഷണം ഇരുത്തി. അപ്പിടി തന്നെ 4 ദിവസം 4 ദിവസം അപ്പിട്ടൂലേ മാമ്പഴം കഴിച്ചിട്ട്? സാരല്ല, അതുകൊണ്ട് തടി പിന്നെ കുറഞ്ഞല്ലേ? വീട്ടില് 1ാം ക്ലാസ്സിലത്തെ പുസ്തകം വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. വീട്ടിലുണ്ട്, അമ്പാടിയിലുണ്ട്. മടിയിൽ ഇവിടെ കൊണ്ടോ എനിക്ക് ആ കൊറേ ഉണ്ട് ബുക്ക്. അത് അച്ഛൻ്റെ ബുക്ക് വലിയ ബുക്ക്. സ്കൂളിൽ നിന്ന് തന്നതാണ്ടേ ചെന്നപ്പോഴേ. വല്ല പക്ക ഇതാണ്. ആവും അതേപോലെ തന്നെ. ഓഹോ ഓഹോ, അങ്ങനെ ഇടുക. ആന്ന് ഈ വളല്ല ഇതിലിങ്ങനെ അത് കൂടെ പുറത്ത് ഈ എങ്ങനെ അറിയോ? ഒരു ചുള്ളി കൂടെ ഒന്നിച്ചിട്ട് എഴുതി കാണിച്ചു കൊടുക്കും. നമ്മുടെ തോക്സ് അമ്മ തെരഞ്ഞെടുത്തു. അത് എഴുതി കാണിച്ചു. ഇപ്പൊ വാവയ്ക്ക് മലയാളം അറിയാ, തമിഴ് അറിയാ, ഹിന്ദി അറിയാ, ഇംഗ്ലീഷ് അറിയാ, എല്ലാം അറിയാ ചച്ചന്. ഇതോ വണ്ടി വന്നിരിക്കുന്നു. ഇതാണ് നമുക്ക് പോവാനുള്ള വണ്ടി. എൻ്റെ പയ്യന് വേണ്ടേ? എന്തിനു സങ്കടം? എന്തിനാ സങ്കടം? തിരിഞ്ഞിക്കണത് എന്തിനാ സങ്കടം? ആ അച്ഛൻ പിന്നിലല്ലേ, സ്ഥലമില്ലല്ലോ. പിന്നില് നല്ല സ്ഥലമുണ്ട്, കണക്ക് വേണം പിന്നിലിരിക്കാൻ. അത് വരും കുറച്ച് കഴിഞ്ഞാൽ ചാടി ചാടി അവിടുന്ന്. ഇന്നിപ്പോൾ അമ്മയെ കണ്ട സന്തോഷത്തിൽ വരുന്നുണ്ടാവില്ല അല്ലേ? അപ്പം ഞങ്ങളിതാ പോവുകയാണ് അമ്പലത്തിലേക്ക്. കുട്ടി എത്തിയാ? ഞങ്ങളിതാ അവിടെ എത്തി, അമ്പലത്തിലെത്തി. ശരി 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 ശരി. ചൂടുണ്ടാവും.
അമ്പലത്തിൽ പോയി ഇതാ തിരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി ചെരുപ്പ് കൊടുത്തിരുന്നു, അത് വാങ്ങിച്ചിട്ട് തിരിച്ച് പോവാണ് ഇപ്പോൾ. ആ കൂട്ടി വിളിക്കാം, അച്ഛൻ ഇവിടെ ഇരിക്കാം. അവനെടുക്കണോ? ഓ ഞാനേ എടുക്കണം അത്ര. ഇതിലേക്ക് നോക്കണ്ട, കണ്ണു പൊളിക്കൂ. കണ്ണു പിടിച്ചാലും കുഴപ്പമില്ല. കണ്ണു പിടിച്ചാലും കുഴപ്പമില്ല. അവൻ നോക്ക് കണ്ണൂർ കണ്ടാ നമ്മളിപ്പോ പറഞ്ഞില്ലേ അതൊരു കാര്യമാണ്. അതൊരു കാര്യമാണ്. അതൊരു കാര്യമാണ്. എവിടുന്നാണ്? ജ്യൂസ് ജ്യൂസ് ഐസ്ക്രീം എടുക്കട്ടെ? ഇത് വേണ്ട. ഞങ്ങൾ രണ്ടാളും കൂടി തോന്നി. അത് കളറ് കണ്ടിട്ടാണ് ഇപ്പോളേ. അതൊക്കെ ഇഷ്ടായോ? കളറ് ഇഷ്ടായോ? നമുക്ക് അത് ഇത് കഴിക്കട്ടെ. ഇങ്ങനെയാണ് ഐസ്ക്രീം കഴിക്കാല്ലേ? ഇങ്ങനെയാണ് ഐസ്ക്രീം കഴിക്കാല്ലേ? വെള്ളാക്കിയിട്ട് സൈഡിലെന്തിനാ വെള്ളം കുടിക്കണേ? തണുപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാനാ? എന്തൊക്കെ ഐഡിയ നോക്കി. തണുപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വെള്ളം കുടിക്കുക മതിയെന്നോ? കഴിക്കാം, ഇത്രയല്ലേ ഉള്ളൂ ഓരോരുത്തർക്കും. ഫുഡൊക്കെ കഴിച്ചു, ലഞ്ചൊക്കെ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻ മൊത്തം പുറത്തായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. 2:25 അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. അമ്മക്കുട്ടി ഉറങ്ങാ? ഞാൻ എണീറ്റു. ഞാൻ തിരിച്ചു പോകാൻ നോക്കിയാലോ? ഇനി എന്നു കാണും മകളെ? സ്കൂൾ റീഓപ്പണിങ്. അതുവരെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. സ്കൂൾ റീഓപ്പണിങ് ഒന്നും തള്ളി വെക്കണേ അശ്വരാ. തള്ളി വെക്കരുത്. രണ്ടുപേരെ കാണാൻ പറ്റാണ്ട് ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും പറയൂ. ഗൈസ്, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അമ്മ ഞാനും മാത്രമേ ഉള്ളൂ. കുട്ടീനെ വിട്ട് നിൽക്കണം തന്നെ ഭയങ്കര ഒരു ചലഞ്ചിങ് ടാസ്ക്കാണ്. ഇപ്പോഴേ അമ്മ വിട്ട് നിൽക്കാൻ പോവുകയാണ്. എനിക്കറിയാൻ പാടില്ല എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമെന്ന്. ഉണ്ടോ വല്ല ഫീലിംഗ് ഉണ്ടോ നോക്കി? എന്തെങ്കിലും എടുത്തിട്ട് അയച്ചരാം. എന്തെങ്കിലും എടുത്തിട്ട് അയച്ചുതരാമെന്ന്? ആ ഇവിടുത്തെ മൊമെന്റ്സ് എനിക്ക് അയച്ചു തന്നാൽ ഞാനത് ആഡ് ചെയ്യേ. ഓക്കെ, ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരു ഇച്ചിരി ഫീലിങ്സ് മുഖത്ത് വരുത്താവോ? സന്തോഷമാണല്ലേ വിട്ടു നിന്നാല്. ഗൈസ്, എൻ്റെ ഭാര്യയാണ് അത്ര. പറയുക സന്തോഷമാണ് അത്ര. ക്യാമറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഇച്ചിരി ഫീലിങ്സ് മുഖത്ത്, വ്ളോഗിന് വേണ്ടിയിട്ടെങ്കിലും ഇച്ചിരി വിഷമം ഒന്ന് കാണിക്കുമോ? നാട്ടുകാർ പറയില്ലേ ഒരു സ്നേഹമില്ലാത്ത ഭാര്യ. സ്വന്തം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുന്നത് കേട്ടാ തോന്നും സ്വന്തം വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കുകയാണെന്ന്. എപ്പോ വന്നതാണ്? വല്ല ഓർമ്മ ഉണ്ടോ? വരാറില്ല. ആ പിന്നെ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ വരുന്നുണ്ട്. അതൊരു ഫീലിങ്സ് ആയിട്ട് ഇരുന്ന കഷ്ടമുണ്ട്. ഇയാൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കൊല്ലായില്ലേ? ആ അതിന് മേലെ ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലല്ലോ. 1 വർഷമായി ഗൈസ്, ഒറ്റ വർഷം. ട്യൂഷനാണ്, അതാണ് ഇതാണ് അങ്ങനെയാണ്, സ്കൂളിൽ അതാണ്, വലിയ ക്ലാസ്സിൽ വരെ എടുക്കാണ്. അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല. ഇപ്പോഴാണ് വരുന്നത്. ഓക്കെ, എൻജോയ്, ഫുൾ വെക്കേഷൻ എൻജോയ്. അത് കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുമ്പോൾ വരും. ഓക്കെ, അപ്പം ശരി. ശരി. ആ സന്തോഷം നോക്കിയാ മുഖത്ത് വലിയ സങ്കടം. സന്തോഷം പറയാനൊന്നുമില്ല, അങ്ങനെയൊന്നും പറയാനില്ല. ഓക്കെ. ഇന്ന് ബർത്ത്ഡേന്റെ കാര്യത്തിൽ ഒരു നല്ല ട്വിസ്റ്റ് ഉണ്ടായി. അത് അമ്മേനെ പറയുക എന്താണെന്നുള്ളത്. ഇല്ല, ഇന്നല്ല ആക്ച്വലി മോളുടെ ബർത്ത്ഡേ. കാരണം ഇടവലത്തിൽ കുറച്ചുള്ള റോഹിണി എന്നുള്ളൂ. അമ്മ ഒന്ന് രാവിലെ വിളിച്ച് പറഞ്ഞത് അത് ഫാൾസ് ഓൺ June 14th. അതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ ക്യാൻസലാണ്. സോറി ഫോർ ദിസ്. ഓക്കെ ഗൈസ്, ബൈ. എന്തെങ്കിലും മനസ്സിലായോ? ഇന്ന് ബർത്ത്ഡേ, ഇന്നല്ല പറഞ്ഞു. നാളെ ബർത്ത്ഡേ, ഇന്നല്ലത്ര വരിക.
എല്ലാരും എന്താ വിചാരിക്കുക? ചമ്മി പോയി ഇത്. കുഴപ്പമില്ല. അത് ഇങ്ങനത്തെ തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും, അതൊന്നും കുഴപ്പമില്ല. തെറ്റ് എല്ലാവർക്കും പറ്റേണ്ടതല്ല. ചാത്തത്തിൽ എടുക്കുന്നത് രോഗിനെ അതിലെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക, അതുകൊണ്ട് ഇന്ന് വേണ്ട പറഞ്ഞു. ജൂൺ 14th ആണത്. എന്നാലും എല്ലാവരും പ്രതീക്ഷയായിട്ട് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? സോറി ട്ടാ. എന്നാലും കുട്ടി അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ കാരണം പോയി വന്നു, അത്രേ ഉള്ളൂ. എനിക്കിപ്പോ ഒന്ന് രാവിലെ ഒന്ന് പുറപ്പെടുന്ന സമയത്ത് അമ്മ ഇന്ന് രാവിലെ അയച്ച മെസ്സേജ് ഞാൻ അപ്പോഴാണ് കാണുന്നത്. അമ്മമ്മയും അയച്ചു, ഇന്ന് രാവിലെ അയച്ചത്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അമ്മ 2 ദിവസം മുന്നേ അയച്ചിരുന്നോളൂ മെസ്സേജ്. എനിക്ക് ഓഫീസിൽ തിരക്കുള്ള കാരണം ഞാൻ ആ മെസ്സേജ് ഒന്നും നോക്കിയില്ല. എന്നാൽ 5 മണിക്ക് തുടങ്ങി അമ്മ വിളിക്കല്. അപ്പോൾ എന്താ നോക്കുമ്പോണ്ട് ഇതാണ് കാര്യം. അപ്പോൾ മക്കളൊക്കെ വന്നതുകൊണ്ട് ശരിക്കും അവൾക്ക് അമ്പലത്തിൽ പോകണം. പുതിയ ഡ്രസ്സും ഇട്ടിട്ടില്ല, അത്രേ ഉള്ളൂ. സെലിബ്രേഷൻ ഉണ്ടായിട്ടില്ല, വേറെ ഒന്നും പ്രശ്നമില്ല. ആസ് യൂഷ്വൽ ഒരു ഔട്ടിങ്, ഇത്രേ ഉള്ളൂ. രാവിലെ 5 മണിക്ക് അമ്മമ്മ വിളിച്ചിരുന്നു. ഞങ്ങൾ ഫോൺ എടുത്തില്ല, കാരണം നാള് വ്യത്യാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അമ്മയ്ക്കാണ് വിളിച്ചിരുന്നത്. ആ, എനിക്ക് മെസ്സേജ് അയച്ചുള്ളൂ. പക്ഷെ മെസ്സേജ് ഞാൻ ലേറ്റായിട്ട് പുറപ്പെട്ട് പോണ സമയത്താണ് ഞാനത് കേട്ടത്. എല്ലാവരും ഇറങ്ങണ നേരത്താണ് ഇതാണ് സംഭവം എന്നുള്ളത് അറിയണം. പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വ്ളോഗിലൊക്കെ പറയുകയും ചെയ്തു, ചമ്മി പോയി എന്ന് പറഞ്ഞാൽ മതി. എന്നാലും കുട്ടി ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു, അത് മതി. വീട്ടിലേക്ക് കുറച്ച് വെജിറ്റബിൾ കൊണ്ടേ കൊടുത്തിട്ട് വേണം തിരിച്ച് നമുക്ക് വാവടിക്ക് തന്നെ പോകാനായിട്ട്. അവക്ക് എപ്പോഴാണ് അച്ഛനെ കാണുന്നതെന്ന് പറഞ്ഞാൽ അപ്പച്ചോടി സങ്കടമൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? അച്ചോടോ. അങ്ങനെ 7:30 മണിയായപ്പോഴേക്ക് ഇതാ തിരിച്ചെത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് തന്നെ. പിന്നെ നിങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതായാലും വരാൻ വയ്യല്ലോ നടക്കാനൊക്കെ. അപ്പം നിങ്ങൾക്കുള്ള ഫുഡ് ഇതാ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ രസം എന്താ അറിയോ? നാള് പിറന്നാൾ നോക്കുമ്പോൾ നാളൊക്കെ കറക്റ്റാ, ഒറ്റ കുഴപ്പമുള്ളൂ, മാസം മാറിപ്പോയി. ഇടവും ഇല്ലേ, അത് മാറിപ്പോയി. ആ, അതാ രസം ഉണ്ടായത്. നമ്മൾ മലയാള മാസം വല്ലാണ്ട് നോക്കൂലല്ലോ. മലയാള മാസം വല്ലാണ്ട് നോക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് മലയാള മാസത്തിൽ തെറ്റിപ്പോയി. എന്നിട്ട് അമ്മേൻ്റെ വീഡിയോയിൽ പറയുകയും ചെയ്തു എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന്. അമ്മ നോക്കിയപ്പോൾ അങ്ങനെയാണെന്ന് കരുതി. പക്ഷേ അമ്മയുടെ ഇടവ നോക്കുമ്പോൾ തെറ്റാണ്. എന്നിട്ട് അമ്മമ്മ ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിക്ക് അമ്മേനെ വിളിച്ചിട്ട് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചു. അമ്മ രാത്രിയല്ലേ, അമ്മ രാത്രി ആയതുകൊണ്ട് ഫോൺ എടുത്തുമില്ല, പുലർച്ചെ ആയതുകൊണ്ട് ആ നേരത്ത് ഫോൺ എടുത്തതുമില്ല, സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയല്ലേ, കിട്ടിയില്ല. അതാണ് ഇപ്പം ഒന്നുണ്ടായത്. ഇനി എനിവേ 1-2 ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഭയങ്കര ടയർഡ്നെസ് ഉണ്ട് ഇന്നത്തെ യാത്ര കാരണം. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.